إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ അലങ്കൃതമായി നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് ഖുർആൻ അല്ലാഹു പറയുന്നു. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഭൂമിയിലുള്ള എല്ലാത്തിനെയും അതിൻ്റെ ഒരു അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. ലിനബ്ലുവഹും, അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണം എന്ന നിലയിലാണ്. അയ്യുഹും അഹ്സനു അമല, ആരാണ് അത് ഉപയോഗപ്പെടുത്തി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നു. സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആശയം വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഹവാത്തിനെ, മനസ്സിന്റെ വല്ലാത്ത ആഗ്രഹങ്ങളെ അതിഷ്ടപ്പെടുക എന്നത് ഒരു അലങ്കാരമായി മനുഷ്യന് വേണ്ടി അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. സുയ്യിന ലിന്നാസ് ഹുബ്ബുശ് ശഹവാത്ത്. അതിൽ കുറെ കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. നിസാ, സ്ത്രീകളുണ്ട്, ബനീന, മക്കളുണ്ട്. അൽ ഖനാതീറുൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും അഥവാ സാമ്പത്തികമായ വലിയ ശേഖരങ്ങളുണ്ട്. വൽ ഖൈലിൽ മുസവ്വമ, അതുപോലെ അലങ്കാരമായും പ്രത്യാക്രമണം, ആക്രമണം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ രൂപത്തിലുള്ള കുതിരകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു. വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്, അങ്ങനെ കുറെ കൃഷിയിടങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട്
അതൊക്കെ നമുക്ക് അലങ്കാരമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് വിജയിക്കുക ആരാണ് എന്നാണ് ഖുർആൻ പിന്നീട് പറയുന്നത്. ഇതൊക്കെ മനുഷ്യന് അലങ്കാരമാണ്, ഉപയോഗപ്പെടുത്താനുള്ളതാണ്. എങ്കിലും ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഖൈറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അവരോട് പറയുക എന്ന് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവിടെയും അല്ലാഹു പറയുന്നത് ലില്ലദീന തഖൗ, സൂക്ഷ്മത പാലിക്കണമെന്ന് തന്നെയാണ്. ഉപയോഗപ്പെടുത്തുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ, ഇടപഴകുമ്പോൾ ആരാണ് തഖ്വയോടുകൂടി അതിനെ സമീപിക്കുന്നത്? അവർക്ക് ഉണ്ട് എന്ത്? അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം, സ്വർഗങ്ങൾ എന്നാ പറഞ്ഞത്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, അവർ അതിൽ എന്നെന്നും ശാശ്വതമായി കഴിയുന്നവരാണ്. വ അസ്വാജുൻ മുതഹ്ഹറ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകളും ഉണ്ടായിരിക്കും. വരിളുവാനും മിനല്ലാഹ്, എല്ലാത്തിനും ഉപരിയായി പടച്ച റബ്ബിന്റെ സംതൃപ്തി, ഇഷ്ടം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്, അല്ലാഹു അവന്റെ അടിമകൾ ഈ ദുനിയാവിൽ അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. ആ ഉപയോഗപ്പെടുത്തുന്ന സമയത്തിൽ അവരുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ് ഖുർആൻ പറയുന്നത്. അല്ലദീന യഖൂലൂന റബ്ബന, അള്ളാഹുവിന്റെ തഖ്വയുള്ള അനുയായികൾ, അള്ളാഹുവിന്റെ ദാസന്മാർ, അവരുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നനാ ആമന്നാ, ഞങ്ങളിതാ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു, സത്യവിശ്വാസം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബന, ഈമാനുള്ള ഞങ്ങൾക്കും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകാനിടയുണ്ട്, അതുകൊണ്ട് ആ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വഖിനാ അദാബന്നാർ, ഇതൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടി നീ നിശ്ചയിച്ചതാണ്. ഇതിൽ ആരാണ് സൂക്ഷ്മത പാലിക്കുക അത് നോക്കിയാണ് അല്ലാഹു സ്വർഗം നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ക്ഷമ വളരെ അനിവാര്യമാണ്. ആ ക്ഷമ ഉൾക്കൊള്ളുന്നവരാണവർ. സ്വാദിഖീന, സത്യസന്ധത പുലർത്തുന്നവരാണവർ. വൽ ഖാനിതീന, അള്ളാഹുവിന് വിനയപ്പെട്ട് ജീവിക്കുന്നവരാണ്. വൽ മുൻഫിഖീന, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവരുമാണവർ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ പാതിരാവുകളിൽ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവരുമാണ്. ഈ ഒരു സ്വഭാവ വിശേഷത ഈ ഒരു ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളിലും വെച്ച് പുലർത്തുന്ന ആളുകൾ അവർ ദുനിയാവിലും അനുഗ്രഹീതരാണ്, പരലോകത്തും അവർ അനുഗ്രഹീതരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിന് നേരെ വിരുദ്ധമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള ചില ആളുകളെയൊക്കെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൽപ്പെട്ട കുറെ ആളുകൾ അമ്പിയാക്കന്മാരെ അങ്ങേയറ്റം എതിർക്കുകയും അവരുടെ ഉപദേശങ്ങളെ അവഗണിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാറൂൻ അവരിൽപ്പെട്ടതാണ്. നമുക്കറിയാം, വലിയ സാമ്പത്തിക ശേഖരമുള്ള ആളായിരുന്നു അദ്ദേഹം. അവരോട് ജനങ്ങൾ പറഞ്ഞു, ലാ തഫ്രഹ്, വല്ലാതെ ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ലഭിച്ചു എന്നതിന്റെ പേരിൽ ഊറ്റം കൊള്ളുകയും അതാണ് വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഡംബ് നടിക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഒരിക്കലും അള്ളാഹു ഈ രൂപത്തിൽ അഹങ്കാരം നടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ ആളുകൾ അദ്ദേഹത്തിന് നൽകിയ ഉപദേശമായി കൊണ്ട് ഖുർആൻ പറയുന്നതായി നമുക്ക് അറിയാം. മാത്രമല്ല, അദ്ദേഹത്തോട് ആജ്ഞാപിക്കുന്നത്, കൽപ്പിക്കുന്നത് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ,
അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാറുൽ ആഖിറത്തിനെ അതിലൂടെ സമ്പാദിച്ചെടുക്കണം, ആ അനുഗ്രഹത്തിലൂടെ സമ്പാദിച്ചെടുക്കണം. എന്നാൽ വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ അള്ളാഹു നിനക്ക് ഉപയോഗപ്പെടുത്തുവാൻ തന്നിട്ടുള്ള ഈ വസ്തുക്കളെ അവഗണിക്കുകയോ അതൊക്കെ എനിക്ക് ആഖിറം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണോ എന്ന് വിചാരിക്കേണ്ടതില്ല. അതൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങൾ എന്ന നിലക്ക് നിനക്ക് അതിന്റെ വിഹിതങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. കാര്യങ്ങൾ ചെയ്യേണ്ടത് അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്ത് ജീവിതത്തെ നന്നാക്കിയെടുക്കുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഒരിക്കലും അള്ളാഹു തീർച്ചയായും ഫസാദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോകത്തധികം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും ലഭിച്ചിട്ടുള്ള, അത് സമ്പത്തായിരുന്നാലും അധികാരമായിരുന്നാലും അത് നിലനിർത്താൻ വേണ്ടിയുള്ള സാങ്കേതിക സൗകര്യങ്ങളായിരുന്നാലും ആയുധങ്ങളായിരുന്നാലും പാവപ്പെട്ടവരുടെ പേരിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, ആയിരക്കണക്കിന് മനുഷ്യരെ പച്ചയായി കൊന്നുകൊണ്ടിരിക്കുന്ന മ്യാൻമാറിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ഗസയിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ തങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പോലും സമ്മതിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ ആളുകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂനോട് പറഞ്ഞിട്ടുള്ള ഈ ഉപദേശത്തിൽ പെട്ടത് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതങ്ങനെ വലിയ ആളുകൾ മുതൽ അങ്ങനെ താഴോട്ടിറങ്ങിയാൽ അത് ഓരോ സമൂഹങ്ങളിലും ഓരോ വ്യക്തികളിലും ഈ രൂപത്തിലുള്ള ഫസാദുകൾ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എല്ലാ രംഗങ്ങളിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച സാംസ്കാരിക രംഗത്തുള്ള ജീർണതകൾ മുതൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള കുഴപ്പങ്ങൾ മുതൽ സാമ്പത്തിക രംഗത്ത് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ആയത്തിന്റെ ആശയത്തിൽ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും അധികം കുഴപ്പങ്ങൾക്ക് വിധേയമാകുന്നതും അതുപോലെ തന്നെ കുഴപ്പങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരർത്ഥത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുവാൻ സാധിക്കുന്ന ഒരേ ഒരു വിഭാഗം അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും പരലോകത്ത് അള്ളാഹുവിന്റെ രക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈമാനിനെ സംരക്ഷിച്ച് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നതാണ് അനുഭവത്തിൽ നിന്നും ഈ ഉപദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള അംഗീകാരങ്ങളും ആളുകളുടെ സ്നേഹാദരവുകളും ഒക്കെ വലിയ മനസ്സിലെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടയുന്ന, അതുവരെ അവർ പടുത്തുയർത്തിയ എല്ലാവിധ സ്നേഹാദരവുകളും പൊളിഞ്ഞു പോകുന്ന, വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന, ആളുകളിൽ തല ഉയർത്തി നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം, സമൂഹത്തിന്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം അധപ്പതനത്തിന്റെ പടുകുഴിയിൽ വീണു പോകുന്ന, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. അവിടെ നമുക്ക് അഭിമാനബോധത്തോടു കൂടി ആളുകളുടെ മുമ്പിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട്
നമ്മെ സംബന്ധിച്ചുള്ള ധാരണ നിലനിർത്തിക്കൊണ്ട്, നല്ല ധാരണ നിലനിർത്തിക്കൊണ്ട് ഏതേത് സന്ദർഭങ്ങളിലും നിർഭയമായി സമാധാനത്തോടുകൂടി എൻ്റെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമായി ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ്. അവർക്കത് വലിയ നിർഭയത്വമാണ്. അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ഒരു തരത്തിലുള്ള ദുൽമും അക്രമവും അനീതിയും ചേർത്ത് വെക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് ജീവിതത്തിൽ സമാധാനവും നിർഭയത്വവും ഉണ്ടാവുക. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേരെ ചൊവ്വേ ജീവിക്കുന്ന സന്മാർഗികളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആൺപെൺ ജീവിതത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ സ്ത്രീകളോട് അള്ളാഹു പറഞ്ഞത്, വലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ അനുനയ സ്വരത്തിൽ, കുറച്ചു കാര്യം നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ചു, അങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ മഹാനായ സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അല്ലദീ ഖലഖ റിജാല വന്നിസാഅ, സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് യഅലമു, അവൻ അറിയുന്ന നിലയിലാണ്, അന്ന ഫീ സൗത്തിൽ മർഅതി, സ്ത്രീയുടെ ശബ്ദത്തിൽ, ഹീന തഖ്ലഉ ബിൽ ഖൗലി, അവൾ അനുനയത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്ന സമയത്ത്, വതതറഫഖു ഫിൽ ലഫ്ളി, സംസാരത്തിൽ ലോലത കാണിക്കുന്ന സമയത്ത്, മാ യുസീറു തംഉ ഫീ ഖുലൂബിൻ, ചില ഹൃദയങ്ങളിൽ അത് കേൾക്കുന്ന സമയത്ത് വല്ലാതെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുള്ളതാണ്. വയഹീജുൽ ഫിത്നതു ഫീ ഖുലൂബിൻ, അത് കേൾക്കുന്ന ചില ആളുകളുടെ മനസ്സിലേക്ക് ഫിത്നകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അന്നൽ ഖുലൂബൽ മരീളത, ഇത്തരം രോഗാതുരമായിട്ടുള്ള മനസ്സുകൾ, അല്ലത്തി തസാറു വതതമഉ മൗജൂദതൻ ഫീ കുല്ലി അഹദിൻ, എല്ലാ കാലങ്ങളിലും ഏത് നല്ല മനുഷ്യർക്കിടയിൽ പോലും കാണാനിടയുള്ള, പ്രകടമാകാൻ സാധ്യതയുള്ള ഒരു മാനസിക ഭാവമാണിത് എന്ന് അദ്ദേഹം പറയുന്നു. വഫീ കുല്ലി ബീഅത്തിൻ, ഏത് പരിതസ്ഥിതിയിലും അങ്ങനെ സംഭവിച്ചേക്കാം. വതുജാഹ കുല്ലി ഇംറഅത്തിൻ, ഏത് സ്ത്രീയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായേക്കാം. വലൂ കാനത് ഹിയ സൗജുൻ നബിയിൽ കരീം, അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചായാൽ പോലും സംസാരത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ ഇതുപോലെയുള്ള പൈശാചികമായ കാര്യങ്ങൾ മനസ്സിൽ സംഭവിക്കാനിടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വകൈഫ ബിഗൈരിഹിന്ന, എന്നിട്ട് സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാര്യം ഇതാണെങ്കിൽ, അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതാണെങ്കിൽ, അതുകൊണ്ടാണ് ഖുർആൻ അവരോട് പ്രത്യേകമായി കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന് തജന്നബുൽ ഹർകാത്തിൽ മുസീറ, ചില ചലനങ്ങൾ, അംഗചലനങ്ങൾ സ്ത്രീകളുടെ, അത് കുഴപ്പമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ യദ്രിബന ബി അർജുലിഹിന്ന, അവരുടെ കൈകളിട്ട് അടിക്കരുത്. ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവരുടെ സൗന്ദര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കണ്ട് അത് അവരുടെ മനസ്സിൽ പ്രശ്നമുണ്ടാകുന്ന വിധത്തിൽ അവരുടെ അംഗ ചലനങ്ങൾ ആ രൂപത്തിൽ ഉണ്ടാവരുത് എന്ന് സൂക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നു. അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ പോലും പൂശരുത് എന്നാണ് സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഖറജതി ഇഹ്ദാകുന്ന ഇൽ മസ്ജിദി ഫലാ തഖറബന്ന ത്വയ്ബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പൂശരുത്. അതുപോലെ ഇദാ ഖറജതി ഇഹ്ദാകുന്ന ഇലൽ മസ്ജിദി ഫലാ തഖറബന്ന ത്വയ്ബ, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വൃത്തി കാത്തു സൂക്ഷിക്കണം, വളരെ നല്ല ഡ്രസ്സ് ഇടണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ
മറ്റുള്ളവരെ ഏതെങ്കിലും രൂപത്തിൽ ഫിത്നയിൽ അകപ്പെടുത്തുന്ന രൂപത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പോലും പൂശുന്നത്, ഉപയോഗപ്പെടുത്തുന്നത് സ്ത്രീകൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ കണ്ണ് താഴ്ത്തുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർ പരസ്പരം കണ്ണ് താഴ്ത്തിക്കൊണ്ടാണ് ഇടപെടേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞത് നാം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ മുറാഖബത്തുള്ള, അള്ളാഹു എപ്പോഴും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത ഖുർആൻ പറഞ്ഞുവല്ലോ, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു, മനസ്സിൽ വിചാരിക്കുന്ന വിചാരങ്ങളെ അറിയുന്നവനാണ് അള്ളാഹു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യുഖ്ബിറുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരികയാണ്, അൻ ഇൽമിഹി താം അൽ മുഹീത് ബിജമീഇൽ അശ്യാ, എല്ലാ വസ്തുക്കളെ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് അള്ളാഹുവിനുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വിൽക്കുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്കറിയാം, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അള്ളാഹുവിനറിയാം എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. ജലീലിഹാ വ ഹഖീരിഹാ, അതിലേറ്റവും വലിയതാവട്ടെ നിസ്സാരമാവട്ടെ, സഗീരിഹാ വ കബീരിഹാ, അതിൽ വലുതാവട്ടെ ചെറുതാവട്ടെ, ദഖീഖിഹാ വ ലതീഫിഹാ, സൂക്ഷ്മമാവട്ടെ വളരെ ചെറുതാവട്ടെ, ഇതൊക്കെ അള്ളാഹുവിനറിയാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു മനുഷ്യനെ താക്കീത് ചെയ്യാൻ, സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇൽമഹു, അവനറിയാമെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് പടച്ചോൻ കാണുന്നുണ്ടല്ലോ, ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നാണം പ്രകടിപ്പിക്കുന്നവരാകണം എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അവനെ സൂക്ഷിക്കേണ്ട വിധം നമ്മൾ സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന വിചാരത്തോടുകൂടി പൂർണ്ണമായ മുറാഖബത്ത്, നിരീക്ഷണം, ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ന ആവശ്യമാണ് അള്ളാഹു പറയുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഞ്ചിക്കുന്ന കണ്ണുകളെ അറിയുന്നവനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആ കണ്ണിന്റെ വിശ്വസ്തത നമ്മൾ കപടമായ വിധത്തിൽ പ്രകടിപ്പിക്കുന്നുവെങ്കിലും, ലോകത്താരും നമ്മുടെ കാപട്യം തിരിച്ചറിയുന്നില്ലെങ്കിലും, ആ കാപട്യം, കണ്ണിന്റെ കാപട്യം അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന ചിന്ത അവർക്കുണ്ടാവണം എന്നുള്ളതാണ്. വളരെ രഹസ്യമായി നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന, നമ്മളുടെ മനസ്സിലുള്ള വിചാരങ്ങളെ ലോകത്തൊരു മനുഷ്യനൊരു പടപ്പിനും അറിയില്ലെങ്കിലും ആ മനസ്സിലേക്ക് നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യം അള്ളാഹുവിനറിയാം എന്ന ധാരണ നമ്മുടെ മനസ്സിൽ കടന്നു വരണം എന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. قال ابن عباس رضي الله عنه, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യഅലമു ഖായിനത്തൽ അയ്നി, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയാം എന്നതിന്റെ ആയത്തിന്റെ വിവക്ഷ വഹുവർ റജുലു, ഉദാഹരണമായി പറയുകയാണ്. അദ്ദേഹം പറയാണ്, അതൊരു മനുഷ്യൻ യദ്ഖുലു അലാ അഹ്ലിൽ ബൈത്തി, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ടോ വഫീഹിമുൽ മർഅത്തുൽ ഹസനാ, അവിടെ ഒരു സുന്ദരിയായ സ്ത്രീയെ അദ്ദേഹം കാണുന്നു. ഔ തമുറു ബിഹിൽ മർഅത്തുൽ ഹസനാ, അതല്ല, അയാളുടെ അടുത്തുകൂടി ഒരു സൗന്ദര്യവതിയായ സ്ത്രീ നടന്നു പോകുന്നു. ഫൈദാ ഖഫലു, ചുറ്റുമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ലഹല ഇലൈഹാ, അദ്ദേഹം അവളെ നോക്കുന്നു. വൈദാ ഫതനു വല്ല, അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കാണുമ്പോൾ കണ്ണു ചിമ്മുകയും ചെയ്യുന്നു. ഇതൊരു കണ്ണിന്റെ ചതിയാണ്. ഇതിനെ സംബന്ധിച്ചാണ്
ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു ഖായിനത്തൽ അയ്യുനി, കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹു അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, കണ്ണിൻ അതുപോലെ ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിന്റെ വിശദീകരണമെന്ന് ഖുർആനിന്റെ ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ ഇമാം എന്ന് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി, വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ജീവിതത്തിലെ നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ പാലിക്കേണ്ട ഓരോ വ്യക്തികളും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ഇതൊന്നും നമ്മെ സഹായിക്കാൻ നമ്മുടെ ചുറ്റും ആരും ഉണ്ടാവുകയില്ല, നമ്മെ രക്ഷപ്പെടുത്തുവാൻ ആരും ഉണ്ടാവുകയില്ല. ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു ബോധം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് പരമാവധി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിത്വത്തെയും നമ്മുടെ സ്വഭാവത്തെയും കൃത്യമാക്കുക, കപടതയില്ലാതിരിക്കുക, നിഷ്കളങ്കമായ ജീവിത രീതി കൈക്കൊള്ളുക. അവിടെയൊക്കെ ആർക്കും നമ്മെ വിശ്വസിക്കാവുന്ന ഒരവസ്ഥ പരമാവധി കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ ഈമാൻ നമുക്ക് പ്രചോദനം ഏകുക, ആ രൂപത്തിലുള്ള സഹായം നമുക്ക് ലഭിക്കുക. അതിനുവേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും പടച്ചവൻ പറയുന്നത്, ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണവർ, അവരിതൊന്നും ചെയ്തു പോകാത്തവരാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇതൊക്കെ ആരിലും സംഭവിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. അതൊരു വലിയ അപകടങ്ങളിലേക്ക് നീങ്ങാതെ, നമ്മുടെ വ്യക്തിത്വത്തെ തകർക്കാതെ, ആളുകൾക്കിടയിലുള്ള നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ബഹുമാനാദരവുകൾ, ധാരണകൾ തകർന്നു പോകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും കാത്തു സൂക്ഷിക്കുവാൻ, ഇസ്തിഗ്ഫാർ ഇതിന്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിന്റെ ബലം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.